പാഠപുസ്തകത്തിലെ കഥ എഴുതിയ കഥാകാരൻ നേരിട്ട് സ്കൂളിലെത്തിയപ്പോൾ കോഴിക്കോട് മാറാട് ജിന രാജാദാസ് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത് വേറിട്ട അനുഭവമായി. അപ്പാണ്യത്തെക്കുറിച്ച് പറയുന്ന പലഹാര കൊതിയന്മാർ എന്ന കഥയുടെ രചയിതാവ് വിജയൻ കോതമ്പത്താണ് പലഹാരങ്ങളുമായി സ്കൂളിൽ എത്തിയത്. മൂന്നാം തരം മലയാളം പാഠപുസ്തകത്തിലെ ഒരു കഥയാണ് പലഹാര കൊതിയന്മാർ. അപ്പാണ്യം അഥവാ അപ്പക്കച്ചവടം കാണാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് പോകുന്ന രണ്ട് ഉറുമ്പുകളുടെ പലഹാരക്കൊതിയുടെ കഥ. യാത്രാമധ്യേ അവരുടെ സംസാരം അത്രയും അപ്പാണ്യത്തെക്കുറിച്ചും അവിടുത്തെ പലഹാരങ്ങളെ കുറിച്ചുമായിരുന്നു. വിഷയം പലഹാരമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കഥ ഒത്തിരി ഇഷ്ടമായി. കഥയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകാൻ അത് എഴുതിയ ആൾ തന്നെ പലഹാരവുമായി കോഴിക്കോട് മാറാട് ജിനരാജാദാസ് LP സ്കൂളിലെത്തി. അതോടെ കഥയോടുള്ള കുട്ടികളുടെ ഇഷ്ടം ഇരട്ടിയായി. ഇത് പൊന്നാനിയിലെ തനത് പലഹാരങ്ങളിൽ പെട്ടതാണ് ചിരട്ടമാല. ചുക്കപ്പം, ചിരട്ടമാല, കോഴിയട തുടങ്ങി പൊന്നാനിയിലെ സ്പെഷ്യൽ വിഭവങ്ങളും പാഠപുസ്തകത്തിലെ കഥ ഉൾക്കൊള്ളുന്ന കഥാസമാഹാരവുമായാണ് കഥാകാരൻ വിജയൻ കോതമ്പത്ത് കുട്ടികളെ കാണാനെത്തിയത്. സ്കൂളിൽ മാറാടിന്റെ അപ്പാണ്യമൊരുക്കി കുട്ടികൾ അദ്ദേഹത്തെയും വരവേറ്റു. കഥയെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് കഥാകാരൻ മനോഹരമായ മറുപടിയും നൽകി. അധ്യായത്തിൽ പരാമർശിക്കുന്ന മുട്ടമാല, മുട്ടസുർക്ക എന്നീ വിഭവങ്ങൾ പാചകം ചെയ്യുന്ന വിധം കുട്ടികൾക്ക് നേരിൽ കാണാനുള്ള അവസരവും സ്കൂളിൽ നിന്നും ലഭിച്ചു. പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ വായിച്ചു മാത്രം അറിയാതെ കണ്ടും അനുഭവിച്ചും അറിയാനുള്ള അവസരം കുട്ടികൾക്ക് നൽകിയതിലൂടെ മറ്റു സ്കൂളുകൾക്ക് മാതൃക കാണിക്കുകയാണ് ലക്ഷ്യമെന്ന് അധ്യാപകൻ ദിജേഷ് പറഞ്ഞു. ഈ പാഠഭാഗം അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടികൾക്ക് അതൊരു നേരെ അനുഭവമാക്കുക. മുട്ടമാലയും മുട്ടസുർക്കയും ആ പലഹാരങ്ങളെ ഒരു ഉറുമ്പിനെ അറിയും, മറ്റു ഉറുമ്പിനെ അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് അറിയുന്ന കുറച്ച് കുട്ടികളും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഞങ്ങളെ വിദ്യാലയത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അമ്മമാരും ഉമ്മമാരും വന്നിട്ട് അതിന്ന് കുട്ടികൾക്ക് നേരിൽ ഉണ്ടാക്കി സ്വാദ് നോക്കാൻ കൊടുക്കുകയാണ്. ഒപ്പം ഈ പലഹാരങ്ങളുടെ ഒക്കെ പാചകക്കുറിപ്പ് കുട്ടികൾ കണ്ടുപഠിക്കുന്നു. കുട്ടികൾക്കും ഇത് പുത്തൻ അനുഭവമായി. പലഹാരച്ചന്ത ഒന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗോതമ്പത്ത് സാറ് അറിഞ്ഞെങ്ങനെ ഉണ്ടാക്കാണ് പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് പലഹാരച്ചന്തയാണല്ലോ, അതിൽ കുറേ പലഹാരമൊക്കെ ഉണ്ടാവും. ശേഷം വീട്ടിൽ നിന്നും പാചകം ചെയ്ത് കൊണ്ടുവന്ന വ്യത്യസ്ത തരം പലഹാരങ്ങൾ സ്നേഹത്തോടെ കുട്ടികൾ പങ്കുവെച്ച് കഴിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.